നമ്മുടെ നാട്ടിലെ ലോക്കൽ ഇലക്ഷൻ വരുവാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇലക്ഷൻ. ഈ രാജ്യസഭാ ഇലക്ഷനിൽ നിന്നും ലോക്സഭാ ഇലക്ഷനിൽ നിന്നും ഈ ഒരു ഇലക്ഷനെ വ്യത്യാസമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ വിജയിച്ചു വരുന്നവരും എങ്ങനെയുള്ളവരായിരുന്നു എന്നറിയാവോ? നമ്മളെ ഒന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് മരണപ്പെട്ട സമയം, അതും അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൗൺഫാളിൽ കൂടെ കടന്നു പോകാൻ നേരത്ത് നമുക്ക് ചെവി തരുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മൾക്ക് എന്തിനും ഏതിനും ഇടപഴകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരികയും അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളെ നമ്മൾ വിജയിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂടെയുള്ള PR വർക്കിലൂടെ അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു 5-6 മാസം മുന്നേ മുതൽ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ചു കൂട്ടിയിട്ട് വ്യക്തിപ്രഭാവം ഉണ്ടാക്കിയിട്ട് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു കൂട്ടുന്ന ചിലവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഈ വോട്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്താണെന്നറിയോ? കഴിഞ്ഞ 6 മാസത്തേക്കല്ലാതെ തിരിഞ്ഞു നോക്കണം നല്ല പിറകിലേക്ക്. ഈ സ്ഥാനാർത്ഥികളിൽ നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ഇടപഴകാൻ പറ്റിയ വ്യക്തി ആരാണ്? ഈ സ്ഥാനാർത്ഥികളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിന്നൊരു വ്യക്തി ഉണ്ടാവും. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുണ്ടാവും ഇതിൽ. അങ്ങനെ തുടങ്ങി നാടിനെയും നമ്മളെ എല്ലാം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിനെയാണ് നമ്മൾ ഈ ഒരു ലോക്കൽ ഇലക്ഷനിൽ വിജയിപ്പിക്കേണ്ടത് തന്നെ.